പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ജീസസ് ഹീലിംഗ് മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. ആത്മീയമായുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുക കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോ. ചില കാര്യങ്ങൾ നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒത്തിരി നാളുകൾ അത് വായിച്ചതായിരിക്കാം, പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾ നമ്മളെ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞാൽ ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ കർത്താവ് തൻ്റെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നതിന് ശേഷം 40 ദിവസം ഭൂമി ജീവിച്ചിരുന്നു. അന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കാൻ വേണ്ടി പിന്നെയും 40 ദിവസം നിന്നതാണ്. കാരണം 3.5 വർഷം കൂടെ നിന്നെങ്കിൽ ഇത് ഉറപ്പൊന്നുമില്ല. ഈ ഉറപ്പിക്കുക എന്ന് പറഞ്ഞ കർത്താവ് അവർ ഉറപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സഭയെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരെ, യേശുവിൻ്റെ പിൻഗാമികളായവർ ശക്തമായി പോരാടാൻ കാരണം എന്താണ്? ഉറപ്പിച്ചതുകൊണ്ടാണ്. ശിഷ്യന്മാരെ വാർത്തെടുത്തു യേശു, വിശ്വാസികളെ വാർത്തെടുത്തിട്ടില്ല. ശിഷ്യന്മാരെ കൊണ്ടാണ് പ്രയോജനമുള്ളൂ. നാം ഓരോരുത്തരും ആകേണ്ടത് യേശുവിൻ്റെ ശിഷ്യനാണ്. എന്നാൽ നമ്മുടെ ഗുരുവാകുന്ന രക്ഷിതാവുമാകുന്ന കർത്താവ് പറഞ്ഞ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിൻ്റെ കയ്യിലാണ് എന്ന് ആരും മറക്കരുത്. നമ്മൾ വിചാരിക്കും പൈശാചിക ശക്തിയുടെ കയ്യിലല്ല, പിശാച് പോരാടുന്നു എന്നല്ല നമ്മൾ പറയുന്നെങ്കിലും അധികാരം യേശുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഭൂതങ്ങൾ ഇളകുന്നത്. ഭൂതം ആരാണെന്ന് നിങ്ങൾക്കറിയാതെ ഞാൻ വിശദീകരിച്ച് തരണ്ടല്ലോ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് എവിടെയെല്ലാം ഭൂതങ്ങളുണ്ട്, ആരെല്ലാം ഇന്ന് മനുഷ്യനെല്ലാം ഭൂതത്തെ പുതുക്കിക്കൊണ്ടും ഭൂതത്തിനെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുക. അത്രയും മനസ്സിലായാൽ മതി. അപ്പോൾ ഇന്ന് ഭൂതങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഇനി പാതാളത്തിലും ഭൂതങ്ങൾക്കോ ഇഹലോക ദൈവങ്ങൾക്കല്ല അധികാരം കിടക്കുന്നത്. യേശുക്രിസ്തുവിന് അധികാരം കിടക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞ രക്ഷകനാണ്. യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 11 പേരോട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെടുവിൻ. എന്താണ്? 11 പേരോട് യേശു പറയുകയാണ്, എന്താണ്? നിങ്ങൾ പുറപ്പെടുവിൻ. നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. അപ്പോൾ ഒന്ന് ശിഷ്യന്മാരോടൊന്ന് പുറപ്പെടണം. എവിടേക്കാണ് പുറപ്പെടുന്നത്? ഒന്ന് അധികാരം ലഭിച്ചിരിക്കുന്നു. 2 ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കാൻ പുറപ്പെടുവാൻ. എവിടേക്കാണ്? ലോകത്തിൻ്റെ അറ്റത്തോളം ചെല്ലുവാൻ. ഈ പാലക്കാട് ജില്ലയോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയോ അല്ലെങ്കിൽ കേരളമല്ല, ലോകത്തിൻ്റെ അറ്റത്തോളം ചെല്ലുവാൻ ഒരു ശിഷ്യന് അധികാരമുണ്ട്. ഇനി ആരും ആ വ്യക്തി തടുക്കാൻ കഴിയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം. ചിലർ പറയും ഇത് എൻ്റെ ഏരിയയാണ്, സുവിശേഷ പ്രവർത്തനം ഇത് എൻ്റെ ഏരിയയാണ് പറയും. അങ്ങനെ ഒരു ഏരിയ ആർക്കും കൊടുത്തിട്ടില്ല. ആ ഏരിയ കിടക്കുന്ന അയാൾ സുവിശേഷം പറയട്ടെന്ന്, അയാൾ സുവിശേഷം പറയത്തുമില്ല. പട്ടിയോട് തിന്നുമില്ല, പശുവിനെ കൂടി തീറ്റിക്കുമില്ല. പുല്ല്. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. യേശു രക്തം ഒഴിക്കുന്നത് വെറുതെ അല്ല, ജീവനെ കൊടുത്തിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങിയ ജനത്തെ പിശാച് കൊണ്ടുപോയ കണക്ക് പറയേണ്ടി വരും. ഏരിക്കാർ ശ്രദ്ധിച്ചോട്ടെ. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ രണ്ടാമത് പുറപ്പെടാൻ യേശു കർത്താവ് പറഞ്ഞിരിക്കുക. ഗുരു പറഞ്ഞിരിക്കുക, ശിഷ്യന്മാരാകുന്നവരോട് നിങ്ങൾ പുറപ്പെടണം. അധികാരം എൻ്റെ കയ്യിൽ. നിങ്ങൾ എവിടെ ചെന്നിട്ട് ഇനി പ്രാർത്ഥിച്ചാൽ, ഇനി ഒരു ഏഴന്തോട്ടത്തിലെ പിശാചായിക്കോട്ടെ, ഇനി യേശു കർത്താവിൻ്റെ മുമ്പിൽ 40 ദിവസം ഉപവസിച്ച് വന്ന പിശാചായിക്കോട്ടെ,
ഇനി അവൻ അധികാരമില്ല, അവൻ കീഴടങ്ങും. ആർക്ക്? ശിഷ്യന്മാർക്ക് മുമ്പിൽ. യേശുവിൻ്റെ നാമം പറഞ്ഞ് അവൻ മറക്കുക. അവൻ്റെ സകല ആയുധവർഗം യേശു ക്രിസ്തു താഴെ വെച്ചിരിക്കുക. ഇനി അവന് അധികാരമില്ല, ഒരവകാശമില്ല. അവൻ ആയുധം താഴെ വയ്ക്കും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ താരമാണ്. യേശു എന്ന് വിളിച്ചോ, യേശുവിന് ദൈവം അംഗീകരിച്ചോ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. കാരണം യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവമകനാകുവാൻ മകളാകുവാൻ അധികാരം സ്പോട്ടിൽ ലഭിച്ചിരിക്കുക. അതിന് വേറൊരു ഭാഷവും തലയിൽ കൈവച്ചിട്ട് വേണം പ്രാർത്ഥിച്ചിട്ട് നീ ഒരു യേശുവിൻ്റെ മകനാകണം മകളാണെന്ന് പറയാൻ ആവശ്യമില്ല. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം സ്വർഗത്തിന് കൊടുത്തിരിക്കുക, ഗുരു കൊടുത്തിരിക്കുക കേട്ടോ. അങ്ങനെ പുറപ്പെടണം. ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ അവിടെ ഇവിടെയും കിടന്ന് ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങാനല്ല. ശിഷ്യന്മാരോട് നിങ്ങൾ പുറപ്പെടണം. ഒന്ന് പുറപ്പാടുണ്ടാകണം. എന്തിനാണ്? സാക്ഷിയാകുവാൻ. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം ചെന്ന് മോശയെക്കുറിച്ചോ ഏലിയാവിനെക്കുറിച്ചോ ദാവീദിനെക്കുറിച്ചോ ദാനിയേലിനെക്കുറിച്ചോ പറയാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ? യേശുക്രിസ്തു നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം അവിടെ യേശുവിൻ്റെ സാക്ഷിയാകണം. യേശുവിൻ്റെ സാക്ഷിയാകാനാണ് പറഞ്ഞിരിക്കുന്നത്. മോശൻ്റെ സാക്ഷിയും കൊണ്ട് പോകരുത്. എന്നെ ശ്രദ്ധിച്ചോട്ടെ, എല്ലാവരും പ്രസംഗിക്കുന്ന പ്രസംഗന്മാരുണ്ട്, നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വചനം തന്നെയാണ്. പക്ഷെ സാക്ഷിയാകാൻ പുതിയ നിയമം പറഞ്ഞിരിക്കുന്നത് സാക്ഷിയാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാൻ്റെ മോശൻ്റെ ഏലിയാവിൻ്റെയും യഹൂദന്മാർ പ്രസംഗിച്ച് മതിയായിട്ടുണ്ട്. അവർ സാക്ഷിയായിക്കൊള്ളുന്നു. ഈ മോശയുടെ ഏലിയാവിൻ്റെയും സാക്ഷ്യം കൊണ്ട് പോകല്ലേ. പുതിയ നിയമസഭ അതിനു വേണ്ടി വിളിച്ചതല്ല. യേശുവിൻ്റെ സാക്ഷിയാകണം. എന്താ സാക്ഷ്യം? യേശുവിൻ്റെ സാക്ഷിയാകണം. യേശുവിൻ്റെ സാക്ഷി എന്താ? യേശു രക്തസാക്ഷിയായി, ശിഷ്യന്മാർ രക്തസാക്ഷിയായി. അവൻ്റെ സാക്ഷിയാകണം. യേശുവിനെ പ്രഖ്യാപിക്കണം. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരാൻ പോവുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനാണ്. അവൻ തുള്ളിച്ചാടി നടന്നു. 40 വർഷമായ അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുടന്തനായ മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവന് വിശ്വസിക്കാൻ പറഞ്ഞ സൗഖ്യവാൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി കൊണ്ട് പോയിരുന്നു. അപ്പോൾ സാക്ഷിയാകണം. ഇവിടെ വന്ന് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളിൽ ശിഷ്യന്മാരാക്കി. അപ്പോൾ എന്താണ് പറയേണ്ടത്? യേശു ക്രിസ്തു കൽപ്പിച്ചതാണ് ഉപദേശിക്കേണ്ടത്. വിശുദ്ധ ബൈബിളുണ്ട്. കർത്താവ് പറഞ്ഞു തന്നെ നമ്മൾ ഒത്തിരി ഞാൻ അതിലേക്ക് കടന്നു വരാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അപ്പം യേശു കൽപ്പിച്ചതെന്ന് നോക്കാം. എന്ത് തിന്നും, എന്ത് കൊടുക്കും, ശരീരത്തിനായിക്കൊണ്ടും എന്തുടുക്കും, അല്ലേ? എന്ത് തിന്നും, എന്ത് കുടിക്കും, ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? വിചാരപ്പെടുന്നവരാണ്. ശരീരത്തെക്കാളും വസ്ത്രത്തെക്കാളില്ലേ, വസ്ത്രത്തെക്കാളും നിങ്ങളുടെ ശരീരവും ഇല്ലേ, ശരീരത്തെക്കാളും ജീവനും വലുതാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് ഇതെല്ലാം നമുക്കറിയും. ആകാശ പടപട നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര കൂട്ടുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നു? അവയെക്കാട്ട് നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാകും. അപ്പം നിങ്ങളെ പോറ്റിപ്പുലർത്തുവാൻ ദൈവത്തിന് കഴിയും. അപ്പം എന്താ കൽപ്പിച്ചത്? ഒന്ന് ഉപദേശിച്ചത് എന്താണ്? ആകാശ പറവകളെക്കാളും പക്ഷികളെക്കാളും നിങ്ങൾ വിശേഷമുള്ളവരാണ്. അവരെ പോറ്റിപ്പുലർത്തും, നിങ്ങളെയും പോറ്റിപ്പുലർത്തും. അത് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലേ? കർത്താവ് പറഞ്ഞെന്താ? ഒത്തിരി കൽപ്പനകളുണ്ട് നമ്മുടെ, അല്ലേ? നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. ശിഷ്യന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി മാറും. അങ്ങനെ ഒത്തിരി ഉപദേശങ്ങളും കൽപ്പനകളും യേശു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് ഞാനത് മെസ്സേജായി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അതെല്ലാം പറയാനുള്ള സമയമില്ല. തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ആരും എൻ്റെ ശിഷ്യനാകത്തില്ല. ഒന്ന് തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത ശിഷ്യനാകത്തില്ല. ഞാനൊന്ന് പറയട്ടെ, യേശു ക്രിസ്തുവിനാണ് നല്ലവനും ഗുരുവാകുന്ന ഈ രക്ഷിതാവാകുന്ന യേശുവിൽ
നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ, ഈ യേശുവിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാച് നിങ്ങളെ കടന്നു പിടിച്ച് പോരാടുന്നെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യനായി അവൻ്റെ പാദപടത്തിൽ അവൻ നടന്ന വഴികളിൽ, യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ആഭിചാരങ്ങൾ മാറിപ്പോവും, മന്ത്രപ്രവൃത്തികൾ നിങ്ങൾക്ക് ഏൽക്കത്തില്ല. ആമേൻ. എന്തെല്ലാം അപകടങ്ങളും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. കാരണം യേശുവിൻ്റെ പാദപടത്തിലൂടെ നടക്കുമ്പോൾ ഒരു ഭൂതത്തിന്, ഒരു വൈശാചിക ശക്തിക്കോ ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ പാദപടത്തിൽ അവനെ കാണുമ്പോൾ ഭൂതം അലറിയൂടാണ്. കാൽവരി കൊലക്കളത്തി വെച്ചുകൊണ്ട് സാത്താന്യ സൈന്യത്തിൽ തകർത്തെറിഞ്ഞ് തോൽപ്പിച്ച് പരാജയപ്പെട്ടുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. അവൻ്റെ അടിപ്പിടാൻ നിങ്ങൾക്ക് സൗഖ്യം വന്നു. അവൻ്റെ രക്തത്താൽ അവൻ്റെ ജീവനെ കൊടുത്ത് മനുഷ്യവർഗത്തെ വിലയ്ക്ക് വാങ്ങി. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ്. പിതാവിനെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നെങ്കിൽ നിത്യജീവനുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ നിത്യജീവനും ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ മറ്റൊരുത്തനും രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യേശുവിൽ, പൗലോസ് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നരകാഗ്നിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, നരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. യേശുവിന് നല്ല ശിഷ്യനായിരിക്കണം. യേശുവിൻ്റെ ശിഷ്യൻ ആമേൻ ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ള തീർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി മാറുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. കർത്താവ് പറഞ്ഞെന്താണ്? സകല ജാതികളെ എൻ്റെ ശിഷ്യന്മാരാക്കണം. ഞാൻ ചെയ്തതിലധികമായി അവർ ചെയ്യും. യേശുവിൻ്റെ ശിഷ്യനാകുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സമർപ്പിച്ചോട്ടെ. യേശുവേ, ഞാനൊരു വിശ്വാസിയാകുകയല്ല ചെയ്യേണ്ടത്, ഒരു ശിഷ്യനാകണം. യേശുവിനെ ശിഷ്യൻ്റെ ജോലി യേശുവിനെ അനുഗമിക്കണം, ഗുരുവിനെ അനുഗമിക്കണം, ഗുരുവിൻ്റെ പാദസേവ പിന്തുടരണം. എത്ര പേർക്ക് താല്പര്യം? ആ പാദസേവ പിന്തുടർന്നെങ്കിൽ ഗുരു എത്തിച്ചേർന്നിരിക്കുന്ന സ്വർഗമാകുന്ന മൂന്നാം സ്വർഗത്തോടും നിങ്ങൾ എത്തിച്ചേരുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം നിലനിൽക്കുവാൻ ഈ ദിവസം മുറയ്ക്കുക. വീണ്ടും കാണുന്നവരെയും അതിന് ചിറകുകൾ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.